പക്ഷേ ക്രഷ് പക്ഷേ മെസ് ഇട്ടു. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് തിരൂരുള്ള കോയർ റിട്രീറ്റിലാണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഫ്രണ്ട്സ് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് ആയിട്ട് നല്ലൊരു പീസ്ഫുൾ ആംബിയൻസ് ഒരു പീസ്ഫുൾ ആംബിയൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. സാധാരണ നമ്മൾ കാണാറുള്ള ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഹോം സ്റ്റേ എന്നൊക്കെ ഇതിന് വ്യത്യാസം വരുത്തുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ തന്നെയുള്ള ഈ ആൽമരോ അരയാലോ ആ മരമാണ്. രണ്ട് അങ്ങനത്തെ വലിയ മരമുണ്ട്. ഇത് ആക്ച്വലി പണ്ടത്തെ ഒരു കോയർ ഫാക്ടറിയാണ്. അത് അവർ റിനോവേറ്റ് ചെയ്ത് ഒരു പ്രോപ്പർട്ടി ഒരു ഹോം സ്റ്റേ പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുഡ് മോർണിംഗ് നമ്മളൊരു കാപ്പി കുടിക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല വിശക്കുന്നുണ്ട് ഗൈസ്. ഏത് നേരം തീറ്റാന്നുള്ള വിചാരം മാത്രമാണ് ഇഷ്ടമുള്ളത്. അതിന് പറ്റിയ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. കാരണം വിശക്കുമ്പോൾ ഫുഡ് എടുത്ത് തരും ഇവിടെ. നോർമലി നമ്മൾ എവിടെയെങ്കിലും ഹോം സ്റ്റേ റിസോർട്ടിലൊക്കെ വരുമ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ ഡിന്നറും പ്രൊവൈഡ് ചെയ്യും. നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഓൺലൈൻ ഏതെങ്കിലും ആപ്പ് ഉണ്ടോ, ഒരു ഫുഡ് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ. പക്ഷേ ഒന്നും വേണ്ടി വന്നില്ല. രാവിലത്തെ ഭക്ഷണം ഇപ്പോൾ കിട്ടും. ഇന്നലത്തെ രാത്രിത്തെ ഭക്ഷണം ചപ്പാത്തി, ചിക്കൻ കറി, ഈവനിങ് കപ്പ, മീൻ കറി, ചമ്മന്തി, ഉച്ചയ്ക്ക് കുറേ നല്ല വിശപ്പുണ്ട്. വിശന്നിരിക്കുകയായിരുന്നു. ഫുഡ് ഉണ്ടാക്കുന്നത് ചേച്ചി അടിപൊളിയാണ്. അത് നമ്മളിങ്ങനെ തരുമ്പോൾ അവർ നല്ലപോലെ എൻജോയ് ചെയ്ത് കഴിക്കണം അങ്ങനത്തെ മൈൻഡിലാണ് നമുക്കിങ്ങനെ സെർവ് ചെയ്യണം തന്നെ. അപ്പം തന്നെ നമുക്കിങ്ങനെ ഞങ്ങൾ പിന്നെ വിശപ്പ് ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ ക്രഷ് മെസ് ഇട്ടു. എന്റെ ക്രഷിനെ അറിയാതെ എന്റെ ക്രഷാണ്. മാക്സിമം ഫ്രണ്ട്സ്, ഫാമിലി അങ്ങനത്തെ കുറച്ച് ഗ്രൂപ്പായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വൈബ് ചെയ്യാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.